ഹലോ, പുത്തൻ സിനിമാ വിശേഷങ്ങളുമായി സിനി ടോക്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദൃശ്യം 2 ശേഷം മോഹൻലാലിനെ നായകനാക്കി ജിത്തു ജോസഫ് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് 12th മാൻ. ചിത്രത്തിന്റെ ടൈറ്റിൽ പോസ്റ്റർ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു. 24 മണിക്കൂറുകൾക്കുള്ളിൽ നടക്കുന്ന കഥയാണ് ചിത്രം പറയുന്നത്. നിഗൂഢതകൾ ഒളിഞ്ഞിരിക്കുന്ന സസ്പെൻസ് നിറഞ്ഞ ചിത്രമാകും ഈ പ്രോജക്റ്റ് എന്ന് ജിത്തു ജോസഫ് പറയുന്നു. സാഹചര്യങ്ങൾ ഒത്തുവന്നാൽ ചിത്രം തിയേറ്റർ റിലീസായിരിക്കുമെന്നും വ്യക്തമാക്കി. താരനിർണയം നടന്നു വരികയാണ്. തൊടുപുഴയാണ് പ്രധാന ലൊക്കേഷൻ. കോവിഡ് നിയന്ത്രണങ്ങളോടെ ഒറ്റ ലൊക്കേഷനിൽ ചിത്രീകരണം പൂർത്തിയാക്കാനാണ് പദ്ധതി. അതുകൊണ്ട് തന്നെ ചുരുക്കം ചില അഭിനേതാക്കൾ മാത്രമാകും സിനിമയിൽ പ്രത്യക്ഷപ്പെടുക. സിനിമയിൽ പാട്ടുകൾ ഉണ്ടാകില്ല. ദൃശ്യം 2 പിന്നിൽ പ്രവർത്തിച്ച സാങ്കേതിക പ്രവർത്തകർ ഈ ചിത്രത്തിലും അണിനിരക്കും. KR കൃഷ്ണകുമാറാണ് ചിത്രത്തിനു വേണ്ടി തിരക്കഥ എഴുതിയിരിക്കുന്നത്. ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂരാണ് നിർമ്മാണം. റോബോട്ടും മനുഷ്യരും തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ കഥയുമായി എത്തി പ്രേക്ഷകരെ ആകർഷിച്ച ചിത്രമായിരുന്നു ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ വെർഷൻ 5.25. സുരാജ് വെഞ്ഞാറമ്മൂട്, സൗബിൻ സാഹിർ, സൈജു കുറുപ്പ് തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തിയ ചിത്രത്തിന് 2ാം ഭാഗം ഒരുങ്ങുന്നു. നിർമ്മാതാവ് സന്തോഷ് ടി കുരുവിളയാണ് പുതിയ ചിത്രം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഏലിയൻ അളിയൻ എന്നാണ് ചിത്രത്തിന്റെ പേരായി അനൗൺസ്മെന്റ് പോസ്റ്ററിലുള്ളത്. ആദ്യ ഭാഗം ഒരുക്കിയ രതീഷ് ബാലകൃഷ്ണൻ പൊതുവാൾ തന്നെയാണ് സംവിധാനം. സുരേഷ് ഗോപിയുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ടായിരുന്നു താരത്തിന്റെ 251ാമത്തെ ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ റിലീസ് ചെയ്തത്. ഇതിന് വൻ വരവേൽപ്പായിരുന്നു പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും ലഭിച്ചത്. ഇതുവരെ കണ്ടിട്ടില്ലാത്ത ലുക്കിലാണ് താരം പോസ്റ്ററിൽ പ്രത്യക്ഷപ്പെട്ടത്. ഇപ്പോഴിതാ പോസ്റ്ററിന്റെ പിന്നാമ്പുറ കഥകളുമായി എത്തിയിരിക്കുകയാണ് നടൻ സുരേഷ് ഗോപി. വേറിട്ട ഗെറ്റപ്പിലായിരുന്നു പോസ്റ്ററിൽ സുരേഷ് ഗോപി പ്രത്യക്ഷപ്പെട്ടത്. സോൾട്ട് ആൻഡ് പെപ്പർ ലുക്കിലാണ് താടിയും നീട്ടി വളർത്തിയ മുടിയും. വലതു കൈയിൽ വലിയൊരു ടാറ്റോവുമുണ്ട്. വാച്ച് റിപ്പയറിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നായക കഥാപാത്രം. ഒരു ഫോട്ടോഷൂട്ട് പോലും നടത്താതെ മനസ്സിലെ അവ്യക്തമായ ആശയം വെച്ച് ഇത്തരമൊരു പോസ്റ്റർ ഒരുക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്നും അത് സേതു ശിവാനന്ദൻ, SKD കണ്ണൻ എന്നിവരുടെ മികവാണെന്നും അദ്ദേഹം പറയുന്നു. എതിറിയൻ എന്റർടൈൻമെന്റ്സ് നിർമ്മിക്കുന്ന ചിത്രത്തിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത് സമീർ സാലിമാണ്. സിനിമയുടെ പേരും മറ്റ് അണിയറ പ്രവർത്തകരെ കുറിച്ചുമുള്ള ഡീറ്റെയിൽസ് ഉടൻ പുറത്തുവിടും. അമിത് ചക്കാലയ്ക്കൽ നായകനാകുന്ന പാസ്പോർട്ട് എന്ന ചിത്രീകരണത്തിന്റെ ടൈറ്റിൽ ലുക്ക് പോസ്റ്റർ റിലീസായി. മലയാളത്തിലെ പ്രമുഖ താരങ്ങളുടെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെയാണ് പോസ്റ്റർ റിലീസ് ചെയ്തത്. ഗുഡ് ഡേ മൂവീസിന്റെ ബാനറിൽ AM ശ്രീലാൽ പ്രകാശൻ നിർമ്മിക്കുന്ന ചിത്രം സംവിധാനം ചെയ്യുന്നത് അസീം കോട്ടൂറാണ്. ഒരു സംഭവ കഥയെ ആസ്പദമാക്കി KP ശാന്തകുമാരി എഴുതിയ കഥയ്ക്ക് അസീം കോട്ടൂരും AM ശ്രീലാൽ പ്രകാശനും ചേർന്നാണ് തിരക്കഥയും സംഭാഷണവും ഒരുക്കിയിരിക്കുന്നത്. മലയാളത്തിലെ പ്രശസ്ത താരങ്ങൾക്കൊപ്പം പുതുമുഖങ്ങളും മുഖ്യവേഷത്തിലെത്തുന്ന ചിത്രം ഒരു ഫാമിലി ഇമോഷണൽ ത്രില്ലർ കൂടിയാണ്. എറണാകുളവും തൊടുപുഴയുമാണ് പ്രധാന ലൊക്കേഷനുകൾ. ഛായാഗ്രഹണം ബിനു കുര്യൻ, എഡിറ്റിംഗ് VD ശ്രീജിത്ത്, ഗാനരചന വിനായക് ശശികുമാർ, സംഗീതം സെജോ ജോൺ. ചിത്രീകരണം ഉടൻ ആരംഭിക്കും. സിനി ടോക്സ് ഇവിടെ പൂർണ്ണമാവുകയാണ്. പുതിയ സിനിമാ വിശേഷങ്ങളും വാർത്തകളും അറിയാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടെ ആ ബെൽ ബട്ടൺ അമർത്തുക.